പട്ടികളെ? ഞങ്ങൾ പട്ടികളല്ല, മനുഷ്യന്മാരാണ്. എടോ കങ്കാണി, താനുകൂടെ അവിടെ കൂടിയിരിക്കുകയാണ്. റൈറ്റർ സാറേ, വലിയ മുതലാളി ഇവിടെ നിന്ന് പോയപ്പോ തൊട്ട് ഈ കൊച്ചുമുതലാളി എന്തൊക്കെ ചെയ്യേണ്ടത് നിനക്കറിയാമോ? തോട്ടത്തിലെ തൊഴിലാളി പെണ്ണുങ്ങൾക്ക് മാനം മര്യാദയായിട്ട് ലൈറ്റി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നീ ആരാടാ എന്നെ കുറ്റം പറയാൻ? ചവിട്ടി നാവ് കലക്കി കളയും. എന്താ വീരാൻ ഇതെല്ലാം? മുതലാളി സർക്കിട്ട് പോയിനിടയിൽ കൊച്ചു മുതലാളി എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഈ നിൽക്കുന്നവരോട് ചോദിച്ചു നോക്കി. മാധവ, എന്താടാ ഈ കേൾക്കുന്നത്? വലിയ മുതലാളി പോയതിൽ പിന്നെ ഇവനൊന്നും ശരിക്കും ജോലിക്ക് വരുന്നില്ല. കാര്യം എന്താണ് തിരക്കാൻ കൊച്ചു മുതലാളി ലയം വരെയൊന്ന് പോയി. അതിന് അവിടെയുള്ള ഏതൊരു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനപ്പെടൂ. എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് വേണ്ടി ഇവിടെ ഒരുത്തരും പരിഹാരം ഉണ്ടാക്കണ്ട. കൊച്ചു മുതലാളി ഇങ്ങോട്ട് വന്നേ. വരാനല്ലേ പറഞ്ഞത്? ബീരാനെ, ഞാനും മാധവനും ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. അവന് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പി ചോദിക്കുന്നു. മോളെ രാജി, മോളെ, ഒരാഴ്ചയായി അച്ഛനെ കാണാതെ മോളങ്ങ് വിഷമിച്ചു പോലെ. ഞാൻ പിണക്കാം, അച്ഛൻ എന്നെ കൊണ്ടുപോയില്ലല്ലോ. അയ്യോ, ബോംബെക്ക് എങ്ങനെ കൊണ്ടുപോനാ മോളെ? അത് ഒത്തിരി ദൂരെയല്ലേ. അമ്മയുള്ളപ്പോ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നല്ലോ. മോളെ, മോൾക്ക് അച്ഛൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. അസോർട്ടഡ് ബിസ്ക്കറ്റ്സ്. അതെ മോളെ, ഇത് മുഴുവൻ നിനക്കാ. അകത്തുകൊണ്ടുപോയി വേലക്കാരത്തോട് തുറന്നു തരാൻ പറ. അച്ഛനോടനെ വരാം. അപ്പോ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, മുതലാളി ഒന്ന് കുളിക്കുകയോ വിശ്രമിക്കുകയോ ഒക്കെ ചെയ്യണം. ഞാനൊന്ന് വീട്ടിലോട്ട് പോട്ടെ. പക്ഷേ എന്താ? മാധവൻ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. വിളിച്ചൊന്ന് ഉപദേശിച്ചാൽ മതി. എന്നെ ഒരുത്തരും ഉപദേശിക്കണ്ട. എടോ, താൻ ഈ തോട്ടത്തിലെ സൂപ്രണ്ടാണെങ്കിൽ ആ പണി നോക്കിയാൽ മതി. ചേട്ടനെ കൈമണി എടുക്കണ്ട. കൊച്ചുമുതലാളി, നിങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളായിരുന്ന കാലത്താണ് നിങ്ങളുടെ അച്ഛൻ എന്നെ ഈ തോട്ടത്തിൽ ജോലിക്കെടുത്തത്. കൈമണിക്കാരനായിട്ടല്ല, കാട് വെട്ടിത്തെളിക്കുന്നവനായിട്ട്. കാടായിരുന്ന ഈ സ്ഥലത്ത് കനകം വിളയാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്നെ ഇവിടുത്തെ സൂപ്രണ്ടാക്കിയത്. ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാസ്. എന്നെ നിങ്ങളാരും കാര്യം പഠിപ്പിക്കണ്ട. എടാ, അച്ഛൻ മരിക്കാൻ കാലത്ത് നമ്മളോട് പറഞ്ഞ വാക്ക് നിനക്ക് ഓർമ്മയുണ്ടോ? നമുക്കെന്നുള്ള തോട്ടങ്ങളല്ല നമ്മുടെ സ്വത്തുക്കൾ, അത് ഉണ്ടാക്കി തന്ന മനുഷ്യരാണെന്ന്. അതുകൊണ്ട് ഈ പീറകളുടെ മുമ്പ് ഞാൻ മുട്ടുകുത്തണം. പീറത്തരം കാണിച്ചത് നീയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? തൊഴിലാളികൾ താമസിക്കുന്ന ലായങ്ങളിൽ കയറി പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് ശരിയാണ്. ശമ്പളം കൊടുക്കാൻ ഏൽപ്പിച്ച പണമെടുത്ത് ധൂർത്തടിക്കുന്നത് നമുക്ക് യോജിച്ചതാണോ? നിന്റെ തന്തയായിരിക്കും ഇതൊക്കെ ചെയ്തത്. എടാ, ഞാനിവിടെ ഇല്ലാതിരുന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. അതിനിടയിൽ ഇവിടെയുള്ള ആളുകളെ ഇത്രയും വെറുപ്പിക്കണം. എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യും. ഇറങ്ങണ പുറത്ത്. എന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ അതുപോലെ അങ്ങോട്ട് പറയാനും എനിക്ക് അവകാശമുണ്ട്. എന്താ ഞാൻ ഇറങ്ങിത്തരാം അവിടെ. ദയവ് ചെയ്ത് ഈ സംസാരം നിർത്തണമെന്നാണ് എന്റെ അപേക്ഷ. ഇല്ല മാസ്റ്ററെ, അവൻ ഇഷ്ടമുള്ളതെല്ലാം പറയട്ടെ. ഞാനേ ഇന്ന് മുതൽ പറച്ചിൽ നിർത്തുകയാണ്. അത് ഓർമ്മയിരിക്കും. കളപ്പുരയ്ക്കൽ വീട്. പൊന്നാനി ഏയോ പിയോ? അതെന്തോന്ന ഏയോ പിയോ? അതൊന്നും ഞമ്മക്ക് അറിഞ്ഞൂടാ. കുഞ്ഞങ്ങട്ടെ എഴുതി. പിന്നെ എന്നും കെട്ടിയോൾക്ക് ഇങ്ങനെ കത്തെഴുതി തരുന്നതിന് എനിക്ക് ശമ്പളം തരണം. ദേവമ്മ കുഞ്ഞിന് ശമ്പളം തരാനെ കൊണ്ടുള്ള പവറ് ഈ ബീജാനിക്കുണ്ട്. തെണ്ടിത്തിരിഞ്ഞു വന്ന ഞമ്മക്ക് കങ്കാണി വേല തന്നതും ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ ഇടം തന്നതും കുഞ്ഞിന്റെ അച്ഛന്റെ കാരുണ്യമുണ്ടാണ്. അതിന്റെയൊക്കെ കണക്ക് ഈ ജന്മത്ത് തീർത്താ തീരുമാ. അതുപോലെ എന്തെല്ലാം ഉപകാരങ്ങൾ കാക്ക ഞങ്ങൾക്കും ചെയ്യുന്നുണ്ട്. കുഞ്ഞെ, പടശവും നമുക്ക് മക്കളെ തന്നിട്ടില്ല. പക്ഷേങ്കില് മാസ്റ്ററുടെ മക്കളായ നിങ്ങള് നമ്മുടെ സ്വന്തം മക്കളെ പോലെയാണ്. ചേച്ചി, അമ്പലത്തിൽ പോണ്ടേ? നീയും ബാബു ഒരുങ്ങിക്കോ. അച്ഛനൊന്നും പോ.
അമ്പലത്തിൽ എന്താണ് വിശേഷം രാമു? ഇന്ന് ബാബുരെ പിറന്നാളാണ് കാക്ക. അല്ലോ, ഓ വലിയ സദ്യയൊക്കെ ഉണ്ടെന്ന് പറയും. സദ്യ ഒന്നുമില്ല കാക്ക. രാവിലെ ഇച്ചിരി പായസം വെച്ചു. ഇനി അമ്പലത്തിൽ പോയി രാമുവിന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി നടത്തണം. എന്തൊക്കെയായി മാസ്റ്ററെ? എന്താകാനാ? കൊച്ചുമുതലാളിയുടെ സ്വഭാവം വീരാനും അറിയാവുന്നതല്ലേ? ആ റൈറ്ററാണ് കൊച്ചുമുതലാളി ശീറ്റാക്കുന്നത്. അന്യരെ എന്തിനാ കുറ്റം പറയുന്നത്? അവരവരുടെ നിലയും വിലയും മറന്ന് ജീവിച്ചാൽ അതിന്റെ ദോഷം അവർക്ക് തന്നെ ഉണ്ടാവും. എന്തായാമോ? എന്തിനാണ് അപ്പ അകത്ത്? ബാബു എന്തെങ്കിലും കുസൃതി കാണിച്ചിരിക്കും. എന്താടാ? ചേച്ചി, ഒരുത്തൻ അടുക്കളന്ന് പായസം കട്ടെടുത്തോണ്ടൊന്ന് കുടിക്കുന്നുണ്ടോ? എവിടെ? എടാ കൊച്ചു വെള്ള ഇറങ്ങി വാടാ. എടാ, നിനക്ക് ഞാൻ നിറയെ പായസം തന്നതല്ലേ? ഇവൻ കൊതിയാണ് ചേച്ചി. ഇങ്ങനെയാണെങ്കിൽ കണക്കായി. ആ മതി മതി. ആ ഇനി അമ്പലത്തിൽ പോയിട്ട് വന്ന് ഊണ് കഴിക്കുമ്പോൾ നിറയെ പായസം തരാം. ഇപ്പൊ രണ്ടുപേരും വേഗം പോയി കൈകാലൊക്കെ കഴുകി ഉടുപ്പ് മാറിയിട്ട് വരും. പോണം വാ. എന്റെ മോളെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ തോട്ടത്തിൽ നിന്നേ പോയേ. പക്ഷെ ഇത്രയും പ്രായം കഴിഞ്ഞിട്ടും അവൾക്ക് വിവാഹം വേണ്ടെന്ന് വാശി പിടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആശിച്ച ആളിനെ കിട്ടാഞ്ഞത് കൊണ്ടാ കുഞ്ഞമ്മ അങ്ങനെ പറയണത്. വീരാനെ, ഞാൻ ഈ തോട്ടത്തിലെ സൂപ്രണ്ടാണ്. എന്റെ മകൾ ഒരു ടാപ്പിംഗുകാരൻ മത്തായിയുടെ മകനെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ അവളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണമായിരുന്നു. അവനെല്ലാരും കൂടി തല്ലിക്കൊന്ന് കൊക്കയിലെറിഞ്ഞെന്നാ കുഞ്ഞിപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ അവന്റെ അച്ഛനെ വിളിച്ചൊന്ന് വരട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനുശേഷം അവരച്ഛനും മകനും തമ്മിൽ എന്ത് നടന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്ത് നടന്നാലും അന്നത്രയും കഴിഞ്ഞ് അവനിവിടെ ആരും കണ്ടിട്ടില്ല. അതെ, അതോടെ എന്റെ മകളുടെ ജീവിതവും തകർന്നു. ഇനി കുഞ്ഞിന്റെ മനസ്സ് മാറുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. ഞാൻ നേർന്ന് കിട്ടിയ മകളാണ് ദേവു. എന്റെ കാലം കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? അപ്പൊ പിള്ളേർ രണ്ടുപേരും വളരത്തില്ലേ? അവരവരുടെ ശേഷിയെ നോക്കിക്കോളൂ. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അവൾ അമ്മയാണ്. അവൾ സന്തോഷമായി കഴിഞ്ഞാൽ മതിയായിരുന്നു. കൊച്ചുമുതലാളി, തൊഴിലാളികളെ മുഴുവൻ ദാമോദരൻ മാസ്റ്റർ കയ്യിലെടുത്തിരിക്കുക. അവൻ അവക്കുന്നതിൽ പങ്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ വാലാട്ടുന്നു. അവൻ ഈ തോട്ടത്തിലെ പണം മുഴുവൻ കൊള്ളയടിച്ചിട്ടും വലിയ മുതലാളി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? എന്തുകൊണ്ടാ? ദാമോദരൻ മാസ്റ്റർ മകൾ ദേവമ്മയെ കൊച്ചുമുതലാളി കണ്ടിട്ടുണ്ട്. വലിയ മുതലാളിക്ക് അവിടെ രഹസ്യമായി പറ്റുപടിയുണ്ട്. ആ അങ്ങനെ വരട്ടെ. ഭാര്യ മരിച്ച ശേഷം വിരക്തനായിട്ടാണ് കഴിയുന്നതെന്നല്ലേ പറയുന്നത്? അത് പകലേ. എടാ, മുതലാളിക്ക് മകളെ കൊടുത്ത് സൽക്കരിക്കുന്ന ആ നാറിയാണ് ഞാൻ സ്ത്രീകളോട് മര്യാദയായിട്ട് പെരുമാറണമെന്ന് എന്നെ ഉപദേശിച്ചത്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനാകാൻ. അവന്റെ മാന്യത ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. നേരെ ഒന്ന് നിർത്തിക്കോട്ടെ. ചേട്ടൻ കുളിക്കുന്ന കുളത്തിൽ അനിയനും കുളിക്കാമെന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചുമുതലാളിയോ? പേടിക്കണ്ട, ഞാൻ വന്നത് ആരും കണ്ടിട്ടില്ല. അഥവാ കണ്ടാലും എനിക്കൊരു ചുക്കു. നിങ്ങൾക്ക് എന്ത് വേണം? എന്ത് വേണമെന്നോ? നിന്നെ. ബഹളം വെക്കാതിരുന്നാൽ ഈ കിടന്നുറങ്ങുന്ന പിള്ളേര് പോലും അറിയില്ല. പാടി. വീരാനെ, വീരാനെ, മാഷേ, എന്റെ കുഞ്ഞുങ്ങൾ. സർ മാധവൻ, നിങ്ങളെ കാണാൻ നമ്മുടെ സഹോദരൻ വന്നിരിക്കുന്നു. നിങ്ങൾ
സംസാരിക്കും. നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്റെ കേസിലെ ഒന്നാം സാക്ഷി ബീരാനാണ്. അവനെ കൊണ്ട് എനിക്ക് അനുകൂലമായി ചേട്ടൻ സാക്ഷി പറയിപ്പിക്കണം. മാധവ, ബീരാന് കിടക്കാൻ സ്ഥലവും ആഹാരവും കൊടുത്തിരുന്ന ആളാണ് മാസ്റ്റർ. ആ മനുഷ്യനെ കൊലയുടെ കേസിൽ അവൻ കള്ളസാക്ഷി പറയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ചേട്ടൻ നിർബന്ധിച്ചാൽ അവൻ പറയും. അത് ശരിയാണോ മാധവ? എന്നെ ശിക്ഷിക്കുന്നതിൽ ചേട്ടൻ ഒരു ദുഃഖമില്ലല്ലേ? ഞാൻ ദുഃഖിച്ചാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. എനിക്ക് മനസാക്ഷിയാണ് വലുത്. അപ്പോ ചേട്ടൻ എന്നെക്കാ വലുത് ദാമോദരൻ മാസ്റ്ററാണ്. എന്നെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ എന്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലാവുമല്ലോ. നോക്ക്, ഞാൻ ചത്തു കഴിഞ്ഞാലും എന്റെ പ്രേതം നിങ്ങളുടെ പിറകെ എന്നും ഉണ്ടാവും. കടന്നു പോകൂ.